ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. -14, -18, -22 എന്ന സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണാം പദം കാണാനുള്ള ബീജഗണിത രൂപം നമുക്കറിയാം അല്ലേ. എന്താണ്? an = a + n - 1 × d. ഈ നമ്മൾ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ നിന്ന് എയുടെ വാല്യൂ ഡിയുടെ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എ എന്ന് പറയുമ്പോൾ ആദ്യ പദമാണ് അല്ലേ. അപ്പോൾ ആദ്യ പദം ഏതാണ്? -14 ആണ്. ഇനി ഡി എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയും. ഇപ്പോൾ പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ രണ്ടാം പദത്തിൽ നിന്ന് വേണം ആദ്യ പദം മൈനസ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ വരും? d = ആദ്യ രണ്ടാം പദം എന്ന് പറയുമ്പോൾ -18. അതിൽ നിന്നും ഏത് മൈനസ് ചെയ്യണം? ആദ്യ പദം മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യം എന്ത് കൊടുക്കുക? സബ്ട്രാക്ഷന്റെ സിമ്പൽ കൊടുത്തിട്ട് ആദ്യ പദം എഴുതുക. ആദ്യ പദം ഏതാ? -14. മനസ്സിലായാലോ? രണ്ടാം പദം എന്ന് പറഞ്ഞാൽ -18, ആദ്യ പദം എന്ന് പറഞ്ഞാൽ -14. ഈ രണ്ടും തമ്മിലുള്ള എന്താ കാണേണ്ടത്? ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പൊ സബ്ട്രാക്ഷനാണ് ഞാനിവിടെ യെല്ലോ ഷെയ്ഡ് കൊടുത്തത്. അപ്പോൾ ഇതെന്ത് കിട്ടും നമുക്ക്? -18 അതുപോലെ കൊടുത്തിട്ട് ഈ സബ്ട്രാക്ഷനും ഈ 14ന്റെ മൈനസ് സൈനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അതെന്തായി മാറും? പ്ലസ് സൈനായിട്ട് മാറും. അപ്പോൾ എന്ത് കിട്ടി? -18 + 14 എന്ന് വന്നു. ഇനി എന്താണ്? ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവും അല്ലേ ഇവിടെ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവായിട്ടാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ആ നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആദ്യം എഴുതുക. 18 14 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4 അല്ലേ. അപ്പൊ 4 എഴുതി. ഇനി വലിയ നമ്പർ ഏതാണ്? 18 ആണോ 14 ആണോ നോക്കാം. 18 ആണ് വലുത്. അപ്പൊ വലുതിന്റെ സൈൻ കൂടെ എന്ത് ചെയ്യുക? നമ്മുടെ ആൻസറിൽ ഇടുക. അപ്പൊ 18ന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് വരും? -4 എന്ന് വരും. അപ്പൊ ആ രീതിയിൽ വേണം അത് ചെയ്തെടുക്കാൻ. അപ്പൊ എയുടെ വാല്യൂ -14 എന്നും ഡിയുടെ വാല്യൂ -4 എന്നും നമുക്ക് എന്ത് കിട്ടി. ഇനി അതിനെ എടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ എക്ക് പകരം -14 + n - 1 × -4. മൈനസ് ആയതുകൊണ്ടാണ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കേ, -14 അതുപോലെ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ -4 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ -4 × ആദ്യം കിടക്കുന്ന ടേം n ആണ്. -4 × n എന്ത് വരും? -4n അല്ലേ. അപ്പൊ -4n. ഇനി അടുത്ത ഏതാണ്? -4 കൊണ്ട് -1നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിയേ, -4ഉം -1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ നെഗറ്റീവ് കൂടി പോസിറ്റീവായിട്ട് പോവും. 4ഉം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ +4 ആണ് വരുന്നത്. അപ്പോൾ +4 അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നെഗറ്റീവ് കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ പ്ലസ് ആവും. 4 × 1 4. ഇനി എന്താ ചെയ്യേണ്ടത്? 4n സൈൻ നോക്കുക, നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ആ നെഗറ്റീവും കൂടി നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക. അപ്പോൾ -4n ഞാൻ ആദ്യം എഴുതി. അടുത്ത എന്താണ്? -14ഉം ഒരു 4ഉം ഉണ്ട് അല്ലേ. അപ്പോൾ അത് കമ്പൈൻ ചെയ്യാം. എന്ത് വരും നോക്കിക്കേ? -14ഉം 4 +4ഉം തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? നേരത്തെ പറഞ്ഞ പോലെ, ഇവിടെ ഡി പറഞ്ഞ പോലെ ഇവരുടെ ഡിഫറൻസ് വേണം നമ്മൾ എഴുതാൻ. 14ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 അല്ലേ. 10 എഴുതി. ഇനി വലിയ നമ്പർ ഏതാണെന്ന് നോക്കിക്കേ. 14 ആണോ 4 ആണോ എന്ന് നോക്കാം. 14 ആണ് വലിയ നമ്പർ അല്ലേ. അപ്പൊ വലിയ നമ്പറിന്റെ സൈൻ വേണം കൊടുക്കാൻ. അപ്പൊ -10 എന്ന് കിട്ടും. സോ ആൻസർ എന്താണ്? -4n -10. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ നോക്കിക്കേ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇവിടെ ഇന്റിജേഴ്സിന്റെ റൂൾസ് ഒക്കെയാണ് കുറച്ച് നന്നായിട്ട് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇവിടെ കറക്റ്റ് ഉത്തരത്തിൽ എത്താൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.